നിലമ്പൂരിലെ ജനങ്ങൾ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ മ്ലേച്ഛന് മറുപടി കൊടുക്കുമോ? നിലമ്പൂരിലെ ജനങ്ങളോടാണ് ഈ ചോദ്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ടായി? സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നത് ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികൾ മരിക്കുമ്പോഴാണ്. പക്ഷേ നിലമ്പൂരിൽ എങ്ങനെ ഉപതെരഞ്ഞെടുപ്പുണ്ടായി? അവിടെ ഉണ്ടായത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ആത്മഹത്യയല്ലേ? നിലമ്പൂരിലെ വോട്ടർമാർ വിശ്വസിച്ച് ജയിപ്പിച്ചു വിട്ട അൻവർ എന്തിനാണ് രാജിവെച്ചത്? രാജിവെക്കുവാനായി അയാൾ അന്ന് ഉയർത്തിയ വിമർശനങ്ങളിൽ എന്തുകൊണ്ടിപ്പോൾ ഉറച്ചു നിൽക്കുന്നില്ല? എന്തുകൊണ്ട് ഒരു നിയമപോരാട്ടം തുടരുന്നില്ല? അയാൾ ഉന്നയിച്ച ഒരു കാര്യത്തിനെങ്കിലും ഇന്നുവരെ ഒരു തെളിവ് അന്വേഷണ ഏജൻസികൾക്കോ ബഹുമാനപ്പെട്ട കോടതികൾക്കോ നൽകുവാൻ സാധിച്ചോ? ഇന്ന് വന്യമൃഗശല്യമടക്കം അയാൾ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നു. കഴിഞ്ഞ 9 വർഷക്കാലം MLA ആയിരുന്ന അയാൾ നിലമ്പൂരിൽ എന്ത് വികസനങ്ങൾ കൊണ്ടുവന്നു? എന്ത് പ്രശ്നപരിഹാരം നടത്തി? ഇയാൾ ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കി. കേരളത്തിൽ അതുകൊണ്ട് എന്ത് മാറ്റമുണ്ടാക്കി? വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ്, അതല്ലേ സംഭവിച്ചുള്ളൂ? സർക്കാരിന് എത്ര കോടി നഷ്ടം? എന്തുമാത്രം പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ദുരിതങ്ങൾ. രാജിവെച്ച ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു? ഏതൊക്കെ പാർട്ടികളുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കുവാൻ ശ്രമിച്ചു? ഏതൊക്കെ രാഷ്ട്രപാർട്ടി ഉണ്ടാക്കുവാൻ ശ്രമിച്ചു? കോൺഗ്രസ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് അവിടെ നേതാക്കന്മാരെ അപമാനിച്ചിറങ്ങിപ്പോകുന്ന ഈ നാണം കെട്ടവൻ ഒരു അംഗത്വത്തിനായി അവിടെ കാല് പിടിച്ചു, അവിടെ ചെരുപ്പ് നക്കി. അവർ അവസാനം നാണം കെടുത്തി വിട്ടില്ലേ? ഈ അലവലാതിക്ക് എന്ത് രാഷ്ട്രീയ നിലപാടാണ് ഉള്ളത്? വർഗീയ കാർഡ് കളിച്ച് ഇവിടെ വർഗീയ ലഹള വരെ ഉണ്ടാക്കുവാൻ ഇയാൾ ശ്രമിച്ചില്ലേ? യഥാർത്ഥത്തിൽ PV അൻവറിൻ്റെ രാജിയിലേക്ക് നയിച്ചത് 2 മാഫിയ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ചേരിപ്പോരാണ്. അൻവറും അൻവറിൻ്റെ ബിസിനസ് പങ്കാളികളായ സ്വർണ്ണ, മയക്കുമരുന്ന്, തിമിംഗല ഛർദി, കുഴൽപ്പണ, വനംകൊള്ള റാക്കറ്റും തമ്മിലുള്ള ചേരിപ്പോര്. അല്ലാതെ ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സഹന സമരമോ പോരാട്ടമോ ഒന്നുമായിരുന്നില്ല. കൊള്ള മുതൽ പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട പരസ്യ ചേരിപ്പോര്. ഡീല് ശരിയായാൽ ഇവൻ നാളെയും അവരുടെ കാലു നക്കാൻ പോകും. വോട്ടർമാർ വീണ്ടും മണ്ടന്മാരാകും. വിവാദങ്ങളുടെ തുടക്കത്തിൽ അൻവറിനെ സഹായിക്കുവാൻ ഉണ്ടായിരുന്നത് മുട്ടിൽ മരമുറി, മാംഗോ മൊബൈൽ ഫോൺ തട്ടിപ്പുൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ കാട്ടുകള്ളന്മാരുടെ മരംകൊത്തി ചാനലാണ്. അവസാനം എന്ത് സംഭവിച്ചു? ജനങ്ങൾ പെട്ടു. അൻവറിനും അൻവറിൻ്റെ മാഫിയ പങ്കാളികൾക്കും ചുട്ട മറുപടി കൊടുക്കുവാനുള്ള അവസരമാണ് ഈ വരുന്ന 19-ാം തീയതി. നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഈ സാമൂഹിക വിരുദ്ധന് നൽകാവുന്ന ഏറ്റവും നല്ല മറുപടി ഇവർ കെട്ടിവെച്ച കാശ് കിട്ടാതിരിക്കുവാനുള്ള അവസ്ഥ ഉണ്ടാക്കുക എന്നതാണ്. നിലമ്പൂരിലെ ജനങ്ങളെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ട് ഇന്ന് കൂടെ നിൽക്കുവാൻ പോലും ആളില്ലാതെ വന്നപ്പോൾ കലാശക്കൊട്ട് ഒഴിവാക്കിയത് നിലമ്പൂരിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് എന്ന് ആ തേഞ്ഞ മറുപടി കേട്ട തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CM രാജേന്ദ്രന്റെ ആ വാക്കുകൾ കേൾക്കുക. നമസ്കാരം. എങ്ങനെയുണ്ട് നിലമ്പൂരിലെ സ്ഥിതിഗതികളൊക്കെ? ഇപ്പോൾ കുറച്ചു ദിവസം അവിടെ നിലമ്പൂരിൽ ഉണ്ടായിരുന്നു മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് ഇത്രയും ദയനീയമായ ഒരു ഭാവത്തിലും രൂപത്തിലും സകല പ്രതീക്ഷകളും അസ്തമിച്ച രീതിയിൽ ഈ നമ്മുടെ നിലമ്പൂർ അൻവറിനെ ഇതുവരെ കണ്ടിട്ടില്ല. വളരെ വിചിത്രമായ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇന്ന് നടത്തിയത് കൂടെ നിൽക്കാൻ ഒരുത്തം പോലുമില്ല. ആ ജാള്യത മറയ്ക്കുവാൻ വേണ്ടി ഇയാൾ പറഞ്ഞത് ഞാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുവാൻ. എന്ത് തോന്നി ഇപ്പോൾ കേട്ടിട്ട്? അതായത് ഈ കയ്യാലപ്പുറത്തിരിക്കണ തേങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടാ ഒരു പഴഞ്ചൊല്ലി പഴയ കാലത്ത്. ഈ കയ്യാലപ്പുറത്തിരിക്കണ തേങ്ങയുടെ അവസ്ഥയാണ് ഇപ്പോൾ അൻവർക്കാട്. കാര്യം ഒന്നുകിൽ അങ്ങോട്ട് വീഴും ഇങ്ങോട്ട് വീഴുന്ന അവസ്ഥയിലാണ് നിൽക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുറച്ചാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഈ നിലമ്പൂര് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അവിടെ ഞാൻ അടിവരയിട്ട് പറയുന്നു, അവിടെ PV അൻവറിന് കെട്ടിവെച്ച കാശ് കിട്ടില്ല. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് 2 ദിവസമല്ലേ ബാക്കിയുള്ളൂ. ഇന്ന് 17, 18, 19, 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ നോക്കിയോ കെട്ടിവെച്ച കാശ് അൻവറിന് കിട്ടില്ല. കാരണം എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞ ഇന്നത്തെ ഒരു ചാനൽ ചർച്ച, ഒരു വാർത്താ സമ്മേളനം കണ്ടു ഞാൻ. അദ്ദേഹം പറയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റോഡ് ഷോ ഒഴിവാക്കിയത്, കലാസ്കോട്ട് ഒഴിവാക്കിയത്. അപ്പൊ യൂസഫ് പത്താൻ വന്നപ്പോ ഈ റോഡ് ഷോ നടത്തിയിട്ട് വഴി ബ്ലോക്ക് 5-6 മണിക്കൂർ വഴി ബ്ലോക്ക് ആക്കിയപ്പോ പുള്ളിക്ക് ജനങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ? ഈ ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റ് ആൾക്ക് ഉണ്ടായിരുന്നില്ലേ? ഇനി അത് പോട്ടെ, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത് എങ്ങനെയാ?
ഈ ഒരു അത് തെരഞ്ഞെടുപ്പ് ഉണ്ടായത് എങ്ങനെയാ? ചോദിക്കരുത്, അങ്ങനൊന്നും ചോദിക്കാൻ പാടില്ല. അല്ല, പറയണല്ലോ, മറുപടി പറയണല്ലോ. ഈ ഒരു തെരഞ്ഞെടുപ്പ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് അടിവരയിട്ട് അൻവർ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോഴും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചതാരാ? എന്തൊക്കെ കാരണമുണ്ടെങ്കിലും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഈ പാവപ്പെട്ട ജനങ്ങളുടെ സാമ്പത്തികവും ശാരീരികവും എല്ലാ വിധത്തിലും നിലമ്പൂരിലെ ജനങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത്? അവരെ അധിക്ഷേപിച്ചുകൊണ്ട്, അവരെ നെഞ്ചത്ത് കുതിര കയറിക്കൊണ്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതല്ലേ സത്യത്തില്? അപ്പൊ ഈ ആദർശം അൻവറിന് ഉണ്ടായില്ലേ? ആ സമയത്ത് ആദർശം അൻവറിന് തോന്നിയില്ലേ? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് പുള്ളി പറയുന്നത് ജനങ്ങളെ അതൊന്നും അല്ല സാറേ എന്റെ സത്യം. ഇപ്പൊ യൂസഫത്താനെ പോലും നാണം കടത്തിയില്ല. ആ പാർട്ടിയുടെ ഒരു എന്താ പറയുക, ഒരു ക്രിക്കറ്ററാണ്. പാർട്ടിയുടെ ബേസിലൊന്നല്ല പുള്ളി വന്നത്. പുള്ളിക്ക് കാശ് കൊടുത്തു, പുള്ളി വന്നു, അത്രേ ഉള്ളൂ. യൂസഫത്ത വന്ന് കാശ് മേടിച്ചു, കാശ് കൊടുത്തു, ആളൊരു സെലിബ്രിറ്റി ആണ്, ക്രിക്കറ്ററാണ്, വേൾഡ് ക്രിക്കറ്ററാണ്. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്രിക്കറ്ററാണ് അവൻ. അപ്പോ ആ രൂപത്തില് അദ്ദേഹം പൈസ കിട്ടിയപ്പോ ആദ്യം വന്നു പോയി. അയാളെ പോലും നാണം കെടുത്തിയില്ലേ? നമ്മുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ആളല്ലേ, നാണം കെടുത്തിയില്ലേ? ഇതുപോലൊരു വ്യക്തിക്ക് വേണ്ടിയാണോ വന്നത്? നാളെ ആള് ചിന്തിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഈ കലാസ്കോട്ട് ആൾക്ക് നടത്തി കഴിഞ്ഞാൽ അന്ന് യൂസഫത്ത വന്ന ആൾക്കാരുടെ 100-1 ആളുകൾ ഉണ്ടാവില്ല. ഈ പറഞ്ഞല്ലേ, ഞാൻ വിളിച്ചാൽ എന്റെ കൂടെ ആള് ഇല്ല, അതുകൊണ്ട് തന്നെ വാടകയ്ക്ക് ഇതുപോലൊരു ക്രിക്കറ്ററെ ഇറക്കി കഴിഞ്ഞാൽ മാത്രമേ എന്റെ കൂടെ, ഇന്ന് അവൻ ഒറ്റയ്ക്ക് നിന്ന് കലാശക്കോട്ട് നിന്നാൽ അവന്റെ കൂടെ ഒരു പട്ടി പോലും വരത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഇന്ന് കലാശക്കോട്ട് പോലും ഇല്ലാതെ ഓടി ഒളിച്ച് കളഞ്ഞത്. 100% അതായത് 10-ാം വന്നപ്പോ ആൾക്കാർ വരും. കാരണം അന്ന് അവിടെ പിണറായി വിജയനുണ്ട്, മറ്റേ പ്രിയങ്ക ഗാന്ധി ഉണ്ട്, BJP-യുടെ ചന്ദ്രശേഖരനുണ്ട്, എല്ലാ നേതാക്കന്മാരും അന്ന് ആ ദിവസം അവിടെ ഉണ്ട്. അവരുടെ ഓരോ പരിപാടികൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂസഫത്താനെ പോലെ ഒരു വേൾഡ് ക്രിക്കറ്റർ അവിടെ വരുമ്പോ CPM-കാരും ചെല്ലും, BJP-കാരും ചെല്ലും, കോൺഗ്രസ്സുകാരും ചെല്ലും, എല്ലാവരും ചെല്ലും അയാളെ കാണാനായിട്ട്. സ്വാഭാവികമല്ലേ? അപ്പൊ അങ്ങനെ അയാളെ കാണാൻ ചെന്ന ആ ആൾക്കാർ മുഴുവൻ എനിക്ക് വോട്ട് എന്ന് പറയുന്ന പമ്പര വിഡ്ഢി അയാളല്ലാതെ വേറെ ആരല്ലേ? അതുപോലെ വേറൊരു സത്യം ഇന്ന് അയാൾ തുറന്നു പറഞ്ഞത് കേട്ടോ. അതായത് ഇയാൾ പറഞ്ഞു, അതായത് ഇടതുപക്ഷം കൊണ്ട് CPI-കാരന്മാർക്ക് അടക്കം പണം വാരി വിതറുകയാണ്, അങ്ങനെയാണ് ജയിക്കുന്നത്. അന്നേരം അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ 2 തവണയും ഈ അൻവറിന് വേണ്ടി അവർ ഇതേ പണിയായിരിക്കത്തില്ലേ ചെയ്തത്? വേണ്ട, അത് വേണ്ട. വളരെ സിമ്പിളായിട്ട് മറ്റൊരു ഉത്തരം പറഞ്ഞുതരാം. അതായത് ഇപ്പൊ പണം വാരി ഈ സ്വരാജിന്റെ ആൾക്കാർ പണം വാരി എറിയുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പത്രക്കാര് തന്നെ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യം ഉണ്ട്, നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നുണ്ടോന്ന്. അന്ന് ആള് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്റെ കയ്യിൽ ഒരു ചുക്കുമില്ല, പൈസ വേണ്ടേ മത്സരിക്കാൻ, എനിക്ക് ആരാ കാശ് തരാനുള്ളത്, എന്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ മത്സരിക്കണില്ല എന്ന് പറഞ്ഞ ആള്, ഈ ഉളുപ്പില്ലാത്ത മനുഷ്യൻ തെരഞ്ഞെടുപ്പിന് കൊടുത്തപ്പോ അവിടെ കൊടുത്ത അഫിഡവിറ്റ് കൊടുത്തപ്പോ എത്ര കൊടുത്തറിയോ? 52 കോടി രൂപ. 2 ഭാര്യമാരുടെയും ആളുടെയും പേരിൽ 52 കോടി രൂപ. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇപ്പൊ ഈ നിലമ്പൂർ ഞാൻ ചെന്നപ്പോ എത്ര വാഹനങ്ങളാണ് ആളുകൾ ഓടുന്നത്? എത്ര വാഹനങ്ങൾ! ഒരൊറ്റ ആളൊരു വാഹനത്തിൽ ഉള്ളോട്ടാ, ആ ഡ്രൈവർ മാത്രം, വേറെ ആരുമില്ല. ഈ വാഹനങ്ങൾ എത്ര കോടി രൂപയാണ് അൻവർ അവിടെ പൊടിച്ചിട്ടുള്ളത്? ഈ യൂസഫത്താന്റെ പറയുന്ന എത്ര കോടി രൂപ ചെലവായിട്ടുണ്ടോ? താങ്കൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എത്ര കോടി രൂപ യൂസഫത്താന്റെ പറയുന്നവിടെ ചെലവായി? അത്രയ്ക്കൊന്നും എനിക്ക് തോന്നുന്നത് ഈ അൻവർ പൊടിക്കുന്ന കാശ് പോലും ഇടതുപക്ഷം വലതുപക്ഷം പൊടിക്കുന്നില്ല എന്നുള്ളതാ, ചെലവാക്കുന്നില്ല എന്നുള്ളതാ. അത്രമാത്രം കാശാണ്. ഞാൻ കണ്ണിൽ കണ്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാർ. മറുപടി അല്ല, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളരെ ഗൗരവമേറിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവൻ അതായത് ഒരു മുൻ ജനപ്രതിനിധി നിന്ന് ഉറപ്പിച്ച് ഇന്ന് പറയുകയാണ്, ഇവിടെ കോടികൾ ഇത്തരത്തിൽ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഇടതുപക്ഷം പണം കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, മരുമകന്റെ നേതൃത്വത്തിലാണ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് മറുപടി പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഇവർക്ക് ഇന്ന് നിരീക്ഷകരുണ്ട്, ഇത്തരത്തിലുള്ള കള്ളപ്പടിയും പിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഇദ്ദേഹം പബ്ലിക്കലി വന്ന് നിന്ന് ആരോപിക്കുമ്പോൾ എന്ത് വിശ്വാസ്യതയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനുള്ളത്? ഈ ഉപതെരഞ്ഞെടുപ്പ് പണമാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ കള്ളപ്പണം ഇറക്കി വോട്ട് പിടുത്തമാണ് എന്ന് ഒരാൾ പരസ്യമായിട്ട് പറയുമ്പോൾ ഇത് തെളിയിക്കാനുള്ള ബാധ്യത ഇയാൾക്കുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇയാൾക്കെതിരെ നടപടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയല്ലേ ഇത്രയും ഒരു സംവിധാനത്തെ, ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്ന തരത്തിലുള്ള? അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പിന്നെ വേറൊരു കാര്യമുണ്ട്, അൻവറിന്റെ വാക്കിന് ആരും വില കൽപ്പിക്കാറില്ല, ഒരാളും വില കൽപ്പിക്കാറില്ല. ഇവന്റെ വാക്കിന് പഴയ ചാകും ഒരുപോലാണെന്നും യാതൊരു അതായത് തെരുവിൽ നടക്കുന്നവർ പോലും അദ്ദേഹത്തിന്റെ വാക്കിന് ഒരു വില കൽപ്പിക്കാറില്ല. പക്ഷെ എങ്കിൽ പോലും ഇത്രയും ഒരു ഗുരുതരമായ ആരോപണം തിരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പേ ഇദ്ദേഹം പരസ്യമായി വന്ന് മാധ്യമങ്ങളിലൂടെ പത്രസമ്മേളനം നടത്തി പറയുകയാണ്, ഇതുപോലെ കള്ളപ്പണം വീടുകളിൽ തോറും കൊണ്ടേ ഇറങ്ങുന്നു, CPM-കാരന്മാർക്ക് അടക്കം
കൊണ്ട് കൊടുക്കുന്നു, മരുമോന്റെ നേതൃത്വത്തിലാണെന്ന് പറയുമ്പോൾ ഈ സംവിധാനത്തെ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ, വോട്ട് ചെയ്യാനിരിക്കുന്ന ജനങ്ങളുടെ മനോവീര്യം തകർക്കത്തില്ലേ അത്? എന്തൊരു മനോവീര്യം തകർക്കല്ല, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കാരണം എനിക്ക് എന്തും പറയാം, എന്ത് തോന്നിവാസം കാണിക്കാം, എന്ത് തോന്നിവാസം പറയാമെന്നുള്ള ഒരു എന്താ പറയാ, ഒരു നാണം കെട്ട ഗെയിം. അദ്ദേഹം എന്ത് കാണിച്ചാലും ഇവിടെ ചോദിക്കാനും പറഞ്ഞ ആരും ഇല്ല എന്നൊരു ധാരണ. ഒരു നിയമവാഴ്ച ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട ഇവന്റെ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ആ ഒരു മണ്ഡലത്തെ തള്ളിവിട്ടത്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും നഷ്ടമുണ്ടാക്കി, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, അതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഇദ്ദേഹം ഇത്രയും വളരെ ഗൗരവമേറിയ ആ സംവിധാനത്തെ തന്നെ നാണം കെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തി ഇദ്ദേഹത്തിനെതിരെ ഇവിടെ ഒരു നിയമവാഴ്ചയുണ്ടെന്നുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുത്ത് ഇയാളെ അയോഗ്യനാക്കണം. അല്ല, ഇതൊരു കാര്യമുണ്ട്. ഈ സാധനം നമ്മൾ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷനെ ധരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, ഇത് ഇലക്ഷൻ കമ്മീഷനിൽ ആരായാലും ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ ആരെങ്കിലും ഇത് കൊടുക്കാതിരിക്കില്ല. ഞാനൊരു നിലമ്പൂരിലെ ഒരു വോട്ടറാണെങ്കിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എന്ത് സംവിധാനമാണുള്ളത്? ഇവിടെ ഇത്രയുമുള്ള തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുണ്ട്, ഇലക്ഷൻ കമ്മീഷന്റെ സ്ക്വാഡുകളുണ്ട്, പോലീസ് സംവിധാനങ്ങളുണ്ട്, ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ട്. ഈ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇതുപോലെ കള്ളപ്പണം ഒഴുക്കി ഇവർ വോട്ട് നേടുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ജയിക്കാൻ ഒരു അവസരം ഉണ്ടായെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് 3 ദിവസം മുമ്പ് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ചുമ്മാ ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് പറയുകയല്ല, പരസ്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അത് ഇലക്ഷൻ കമ്മീഷനോടുള്ള വെല്ലുവിളിയാണ്, കോൺസ്റ്റിറ്റ്യൂഷനോടുള്ള വെല്ലുവിളിയാണ്, ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്, സർക്കാരിനോടുള്ള വെല്ലുവിളിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നാണ് ഈ പത്രസമ്മേളനം നടന്നിട്ടുള്ളത്. ഇവന്റെ വാക്കിന് വിലയില്ലാന്നും ഇവന് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇയാൾ ഒരു മുൻ ജനപ്രതിനിധിയായിരുന്നു, അവിടെ നിന്ന് മണ്ഡലത്തിലാണ്. അന്നേരം ഇദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ഇനി മുമ്പ് 2 തവണയും ഇയാളെ ജയിപ്പിച്ചത്. ഇദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കിട്ടിയപ്പോൾ ഇയാൾക്ക് ഏതാണ്ട് 6,000-6,500 വോട്ട് ആയിരുന്നു അന്ന് കിട്ടിയത്. അന്ന് ഇയാളുടെ കയ്യിൽ കാശ് ഇയാൾക്ക് എന്താ പറയുക, ഇയാൾ ഇത്രയും നാണം കെടുന്നതിന് മുമ്പ് ഇയാൾക്ക് 6,500 വോട്ടാ. ആ 6,500 വോട്ടിൽ നിന്ന് ഇദ്ദേഹം 2 തവണ ജയിക്കണമെന്നുണ്ടെങ്കിൽ അന്നേരം എത്ര കോടി ഇറക്കിയെന്ന് ഇയാളാണ് പറയേണ്ടുന്നത്. കാരണം ആ ഒരു തെളിവ് കയ്യിലുള്ളതിന്റെ ധൈര്യത്തിലായിരിക്കുമല്ലോ ഇയാൾ ഈ ഒരു പ്രസ്താവന നടത്തിയേക്കുന്നത്. അതാണ് അതിൽ പ്രത്യേകത അറിയോ, ഈ കള്ളപ്പണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ അൻവർ തന്നെയാണ്. അതെ, കള്ളപ്പണത്തെ കുറിച്ചും അതിന്റെ ഒഴുക്കിനെ കുറിച്ചും അതിന്റെ ഉപയോഗത്തെ കുറിച്ചും അത് ചെലവാക്കേണ്ട രീതിയെ കുറിച്ചും ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൾ അൻവർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഒരുപാട് കള്ളപ്പണം മുടക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഇതിന്റെ സോഴ്സ് എന്താണെന്നുള്ളത്. അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷനും സർക്കാരും നടപടിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം, ഗുരുതരമായ മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ, ഇയാള് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതേ ആരോപണമായിട്ട് ഇയാൾ മുന്നോട്ട് വരും. ഇയാൾ പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് വെൽ ഇൻ അഡ്വാൻസ് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ പണം ഒഴുക്കി എന്ന് പറഞ്ഞു, എനിക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ, ഞാനത് പറഞ്ഞു, ഞാനത് മാധ്യമങ്ങളിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്നിട്ടും നടപടി എടുക്കാത്തത് എന്തുകൊണ്ട്? അന്നേരം ഈ ഒരു തെരഞ്ഞെടുപ്പ് അസാധുവാക്കണം, കാരണം ഇതുപോലെ പണം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ ഇത്തരം ആരോപണമായിട്ടും മറ്റ് നിയമയുദ്ധങ്ങളുമായിട്ട് ഇയാള് വിടുവാടിച്ച് ഇവൻ തന്നെ വന്നു കഴിഞ്ഞാൽ ഇവരെന്ത് പറയും? അല്ല, അതിന് വേറെ കാര്യമുണ്ട്. ഇതിപ്പോ ഇന്ന് വന്ന റിപ്പോർട്ടല്ലേ, തീർച്ചയായിട്ടും ആൾക്കാർ നടപടി ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വെല്ലുവിളിച്ചിട്ടുള്ളത്, ഇന്ത്യൻ ഭരണഘടനയാണ് വെല്ലുവിളിച്ചിട്ടുള്ളത്. അയോഗ്യനാക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇയാളുടെ മറ്റൊരു കുടിലബുദ്ധി ആയിരിക്കാം. കാരണം ഇപ്രകാരം ഒരു പ്രഖ്യാപനം പരസ്യമായിട്ട് വന്ന് നടത്തി കഴിഞ്ഞാൽ ഇവനെ അയോഗ്യനാക്കും, നാണം കെട്ട ഒരു തോൽവിയിൽ നിന്നും ഇവൻ അങ്ങനെ രക്ഷ നേടുമെന്ന് പേടിച്ച് ആ ഒരു നാണം കെട്ട തോൽവിയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഇവന്റെ അറ്റ കൈപ്രയോഗം, പല്ലി വാല് മുറിച്ച് രക്ഷപ്പെടുന്ന പോലെയുള്ള. അങ്ങനെ സംശയിക്കുന്ന തെറ്റ് പറയാൻ പറ്റില്ല, കാരണം ആൾ അൻവറാണ്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥ ഭയങ്കരമാണ്. ഏത് സമയത്താണ് അദ്ദേഹത്തിന്റെ മൈൻഡ് വരാതെ പറയാൻ പറ്റില്ല. അപ്പൊ അവസാനം ലാപ്പിന് പുള്ളിക്ക് തോന്നിയിട്ടാവും എങ്ങനെയും രക്ഷപ്പെടണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിലും അൻവർ എന്തായാലും അടുത്ത 15 വർഷത്തിൽ ഭരിക്കാൻ പറ്റില്ല. അല്ല, അടുത്ത 15 വർഷം ആൾക്ക് മത്സരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷം CG ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, അതായത് PV അൻവർ ഈ നോമിനേഷൻ കൊടുത്തത് തന്നെ ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, തെരഞ്ഞെടുപ്പ് ലംഘനമാണ്. അതെങ്ങനെയാണെന്ന് പറയും സുനിൽ സാറിന്. ഒന്നാമത്തെ കാര്യം, ഒരു പാർട്ടിയുടെയും ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട്, ഒരു പാർട്ടിയുടെയും അതേസമയം സ്വതന്ത്രനായിട്ടും പ്രകടന പത്രിക സമർപ്പിക്കാം, നോമിനേഷൻ കൊടുക്കാൻ പാടില്ല. അങ്ങനെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വരണാധികാരി തള്ളണമെന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിനെ 15 വർഷത്തോളം ഒരു തെരഞ്ഞെടുപ്പ്, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് മത്സരിപ്പിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അത് അറിയോ നിങ്ങൾക്ക്? അത് മറ്റേ അൻവർ ഒരു പക്ഷെ അറിയില്ലായിരിക്കാം. ഈ സാധനം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനാണ് ഇവനെ ഈ ഒരു 23-ാം തീയതിക്ക് ശേഷം ഇവന് ഇനി വെളിയിറങ്ങാൻ പറ്റുമോ? അതിനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമോ?
അല്ല 24-ാം തീയതി പുള്ളി പറയണത് 24-ാം തീയതി കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങുന്നല്ല പറയണത്. കാരണം ആൾക്ക് അപ്പൊ തോൽവി പ്രഖ്യാപിച്ച ഒരാള് ആള് തന്നെ സ്വയം തോൽവി പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം തന്നെ പറയാണ് 24-ാം തീയതി കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങുന്നത്. ആത്മഹത്യ ചെയ്യാണ്ടിരുന്നാൽ മതി പാവം, അത്രേ ഉള്ളൂ. ഇവൻ ഇത്രയും തൊലിക്കട്ടിയുള്ള, അതായത് കാണ്ടാമൃഗത്തും പോലും ലജ്ജിച്ചു പോകും ഇവന്റെ തൊലിക്കട്ടിയെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഈ ഒരു നാണമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവന്റെ ഒരു അറ്റകൈ പ്രയോഗമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവനെ അയോഗ്യനാക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഇവന്റെ അറ്റകൈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഇവന്റെ ഒരു പരസ്യ ആത്മഹത്യയായിരുന്നു ഇത്. അങ്ങനെ സംശയിക്കാം നമുക്ക്. കാരണം ഇതിൽ നിന്ന് പിന്നെ ഒരു കാര്യമുണ്ട്. ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഈ തെരഞ്ഞെടുപ്പ് 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെയും കളയില്ല, എടുത്തു കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കേസ് കൊടുത്തപ്പോൾ എന്നോട് ഭരണാധികാരി പറഞ്ഞു, അവിടുത്തെ കളക്ടറായിട്ടും തഹസിൽദാരായിട്ടും സംസാരിച്ച പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ആളെ ഒഴിവാക്കാൻ പറ്റില്ല, നാമനിർദ്ദേശം അംഗീകരിച്ചു, സ്ഥാനാർത്ഥി തുടങ്ങി. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചാൽ പോലും അയോഗ്യനാക്കാൻ പറ്റുമെന്ന് പറഞ്ഞവര്. ജയിച്ചാൽ അയോഗ്യനാക്കാൻ പറ്റും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 15 വർഷത്തിൽ മത്സരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. അത് മതി, നമുക്ക് അത്രയും കിട്ടിയാൽ മതി. രണ്ടാമത് അതുപോലെ ഒരു കാര്യം കൂടെ, അതായത് ഈ നിലമ്പൂരിലെ ജനങ്ങള്, അല്ലെങ്കിൽ ഇവൻ തന്നെ ഒരു പ്രഖ്യാപനം പറഞ്ഞു കേട്ടു, ഈ പന്നിയെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണം. സത്യം പറഞ്ഞാൽ പന്നിയെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കുന്നതിനേക്കാളും ആദ്യം സത്യം പറഞ്ഞാൽ അതായത് ഒരു പന്നിയെ കൊണ്ട് മനുഷ്യൻ എന്ത് ചെറിയ കുറെ വാഴ കുത്തി മറിക്കുന്നു, ചെറിയ കുറെ അമേദ്യം കുത്തി ഇവിടെ മറിക്കുന്നു. അത് ഗതികെട്ട് വിശപ്പ്. പക്ഷെ ഇവൻ ഇതുപോലെ ഇവൻ കേരളം മൊത്തം ഓടി കടന്ന് കുത്തിമറിച്ച് ഇവനെ തന്നെ ആദ്യമേ സത്യം പറഞ്ഞാൽ ഒരു ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട കാര്യത്തിന്. അത് തന്നെയാണ് സത്യം. ഒരു കാര്യം ഞാൻ പറയാം, അടിവരായിട്ട് പറയാട്ടോ. ഞാൻ ഈ പറയുന്ന കണ്ണ് എഴുതി വെച്ചോ, കെട്ടിവെച്ച കാശ് അൻവറിന് കിട്ടില്ല. നിലമ്പൂരിലെ ജനങ്ങൾ വിഡ്ഢികളൊന്നല്ല. ഞാൻ അവിടെ പോയതാ. നല്ല കൾച്ചറുള്ള, നല്ല എന്താ പറയാ, അവർക്ക് നല്ല ഭാവിയെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്ന നല്ല ആളുകളാണ് അവിടെയുള്ള ആൾക്കാർ. വളരെ നല്ല ബുദ്ധിയുള്ള, സൂക്ഷ്മമായി പരിശോധിച്ച് കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന ചെയ്യുന്ന ആളുകളാണ്. അതെ, അതിന്റെ ഒരു പ്രത്യേകത. അതൊരു മുന്നണിയുടെ കൂടെ നിന്നു, മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ആ മുന്നണിക്കാരുടെ വോട്ടും കൂടി കിട്ടിയിട്ട് ജയിക്കാന്ന് പറഞ്ഞാൽ അതൊരു ജയമൊന്നുമല്ല. അത് അവരുടെ കഴിവ്, ഇവന്റെ കഴിവൊന്നുമല്ല, അൻവറിന്റെ കഴിവൊന്നുമല്ല. അത് മറ്റാ CP എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കഴിവാണ് അവർ ജയിച്ചത്. അവൻ ഇന്നീ പറഞ്ഞ സംഭവമാണോ ഇതുപോലെ പണം വാരി എറിഞ്ഞ് അതാ പുള്ളി തന്നെ ചെയ്ത്. അൻവർ തന്നെ ചെയ്ത ഈ പൈസയൊന്നും അവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടിരുന്നല്ല, നാട്ടുകാരെ പറ്റിച്ച പൈസയാണെന്ന് ഇവൻ തന്നെ പറയുന്നു. അതെ, അൻവറിനെ പോലെ വേറെ ആർക്കറിയാം? അൻവറിനെ പോലെ അറിയാവുന്ന വേറെ ആരുണ്ട്? രാപ്പനി അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ 9 കൊല്ലം ഉമ്മറുടെ കൂടെ സകല കള്ളക്കമ്പട്ടത്തിനും കൂടെ നിന്നിട്ട് അവിടെ ഗതിയില്ലാതെ അവൻ സ്വയം ഇറങ്ങി പുറപ്പെട്ട ഇവൻ പറയുന്നത് സത്യമല്ല അന്നേരം. അല്ല, എന്ത് ഗതിയിലാണ് ഇറങ്ങി പുറപ്പെട്ടു? ഇവിടെ ആ കള്ളപ്പണത്തിന്റെ വിഷയത്തില് എല്ലാവരേക്കാളും കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന ആൾ അദ്ദേഹം തന്നെയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കൊടുത്തു എന്നുള്ളത്, എങ്ങനെ വാങ്ങി എന്നുള്ളത്, എവിടെ നിന്ന് വന്നു എന്നുള്ളതും, സ്വന്തം കാശാനും തറവാട്ട് സ്വത്തല്ലാതും ആരുടെയും ഭൂസ്വത്തല്ലാതും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ചെയ്ത കാര്യമാണ് ഇപ്പൊ പറയുന്നത്. ഇവന്റെ വിഷമം എന്ന് പറഞ്ഞാൽ ഇന്ന് അവരത് സ്വരാജിന് വേണ്ടി ഇറക്കുന്നു എന്നുള്ള സങ്കടം മാത്രമാണ് പറയുന്നത്. എനിക്ക് വേണ്ടി ഇറക്കുമ്പോ കുഴപ്പമില്ല, സ്വരാജിന് വേണ്ടി ഇറക്കുമ്പോഴാണ് കുഴപ്പം. അതാണ് വ്യത്യാസം. അത് എനിക്ക് എന്തും ചെയ്യാം. അതെ, പണ്ട് കാരണന്മാര് പറയില്ലേ, കാരണന്മാർക്ക് അടുപ്പിലാവും മരുമോൾക്ക് പറമ്പിലും പാടില്ല എന്ന് ഒരു പഴഞ്ചൊല്ലില്ലേ എന്ന് പറഞ്ഞാൽ എനിക്കാവുമ്പോൾ എല്ലാം ചെയ്യാം. അത് CPM നിൽക്കുമ്പോൾ അത് അങ്ങനെ തന്നെയല്ലേ പുള്ളി ചെയ്തിരുന്നത്. എന്തിനാണ് PV അൻവർ രാജിവെച്ചത്? ഇതാണ് ഈ നിലമ്പൂരിലെ ജനങ്ങള്. ഇനി നമുക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. അവർ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ഇത് സമാധാനമായിട്ട് ആലോചിക്കണം. ഒന്ന്, എങ്ങനെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്? എന്തിന്റെ പേരിലാണ് ഇയാൾ രാജിവെച്ചത്? ആ രാജിവെച്ചതിനെ ഇയാൾ ഉയർത്തി കാണിച്ച എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു തെളിവുകൾ ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരോ കോടതിയിലോ ഇദ്ദേഹത്തിന് സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? രണ്ട് കാര്യം ഞാൻ നിലമ്പൂർത്തെ ജനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയ്ക്കും ദീർഘവീക്ഷണമുള്ള, ഞാൻ ഒരുപാട് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ള ഒരാളാണ്. ഇത്രയും ദീർഘവീക്ഷണമുള്ള നല്ല ബുദ്ധിമാന്മാരായ ആളുകളാണ് അവിടെ. ഒരു സംശയവും വേണ്ട. അവർക്ക് വളരെ വ്യക്തമായിട്ട് അൻവർ ആരാണെന്ന് അറിയാം. കാരണം എന്തിനാണ് അൻവർ രാജിവെച്ചത് എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയാണോ? അല്ല. ഈ കാട്ടുപന്നി ശല്യത്തിന് വേണ്ടി, ഈ കാട്ടുപന്നിയുടെയും വന്യമൃഗങ്ങളുടെയും ശല്യത്തെ കുറിച്ച് സംസാരിച്ചത് എപ്പോഴാണ് അയാൾ അൻവർ? സംസാരിച്ചില്ല. വേണ്ട, ഈ രാജിവെക്കുന്നേക്കാൾ മുന്നേ സംസാരിച്ചിട്ടില്ല. ആ രാജിവെക്കുന്നേക്കാൾ മുന്നേ രാജിവെക്കുന്ന ധാരണയായപ്പോഴാണ് ഒരു ഫോറസ്റ്റ് ഓഫീസിൽ ഒരു പ്രശ്നമായി ചെന്നതും അവിടെ അലമ്പുണ്ടാക്കിയതും വഴക്കുണ്ടാക്കിയതും കേസുണ്ടായതൊക്കെ. പക്ഷെ അദ്ദേഹം അതിക്ക് മുമ്പ് ഇതിനോട് സംസാരിച്ചിട്ടുള്ളൂ ഇല്ല എന്ന് മാത്രമല്ല, ആ സമയത്ത് സർക്കാർ എന്തൊക്കെ തോന്നിവാസങ്ങൾ കാണിച്ചാലും അതിന് പിന്തുണ കൊടുത്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹമായിരുന്നു മുൻപന്തിയിൽ
നിന്നിരുന്നത് ആ കാര്യത്തിന്? ഇവൻ അതുവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? അതെ, ഇവന് തേനും പാലും ഒഴുകായിരുന്നു ഇവന്റെ വാക്കിലൂടെ. അത് മാത്രമല്ല, ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് ഒരു തരത്തിലുള്ളൊരു മാർപ്പ് അർഹിക്കാത്തതിന്റെ മറ്റൊരു കാര്യം ഇവൻ ചെയ്തെന്ന് പറഞ്ഞാൽ, ഇവൻ വർഗീയ കാർഡുകളൊക്കെ കളിക്കാൻ നോക്കി. മുസ്ലിം സഹോദരങ്ങളുടെ മനസ്സിൽ ആ വർഗീയത പടർത്തി, ആ ഒരു തീവ്ര മുസ്ലിം വികാരം ഉണർത്തി ഇതിനെ ഒരു വർഗീയവൽക്കരിക്കുവാൻ ഇവൻ പരമായിട്ട് ശ്രമിച്ചു. ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുവാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ആ മുസ്ലിങ്ങളുടെ വോട്ടിനെ മുഴുവൻ ഇവൻ പോളറൈസ് ചെയ്ത് ഇവനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അത്രയും തരം താഴ്ന്ന കളികൾ ഇവൻ കളിച്ചു. അന്നേരം അതുകൊണ്ട് ഇവൻ ഒരു തരത്തിലും ആ മുസ്ലിം സഹോദരങ്ങൾ പോലും ഇവനോട് ഒരു മാപ്പ് കൊടുക്കാൻ പാടില്ല. അല്ല, മുസ്ലിം സഹോദരങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലല്ലോ, ഒരാളും അംഗീകരിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, മുസ്ലിം സഹോദരങ്ങൾ പഴയകാലല്ല, അവരൊക്കെ ഉണ്ടല്ലോ നല്ല അസല് ദീർഘവീക്ഷണം ബുദ്ധിയുള്ള ആളുകളാ, അവർക്ക് പരസ്പര സ്നേഹമുള്ള ആളുകളാ, പരസ്പര വിശ്വാസമുള്ള ആളുകളാ. അവരുടെ മനസ്സിൽ നിന്ന് ഇത്തരം വർഗീയത ഇല്ല. ഞാൻ കണ്ടനുഭവിച്ചിട്ടുള്ള ആളല്ലേ. അവർക്ക് ഞാൻ മുസൽമാനാണ് അല്ലെങ്കിൽ ഞാൻ മറ്റോ ഹിന്ദു ആണ്, അങ്ങനെ ഒരൊറ്റ മുസൽമാന് പോലും നിലമ്പൂർ എന്നല്ല കേരളത്തിലില്ല. ഇത് ഉണ്ടാക്കി വിടുന്നതല്ലാതെ മറ്റൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ നിലമ്പൂർത്തെ ജനങ്ങള് മന്ദബുദ്ധികളാണ് ഇവന്റെ ധാരണ, ഇവൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നിലമ്പൂരിലെ ജനങ്ങളുടെ ബുദ്ധിയൊന്നും ഇവന്റെ 7 അയലത്ത് പോയിട്ടില്ല. ഈ അൻവറിന്റെ അവര് വളരെ കൃത്യമായി 19-ാം തീയതി മറുപടി കൊടുക്കും. ഇവനെ ആളാക്കിയത് ഈ മരം കൊള്ളക്കാരന്മാര്, മറ്റേ ആ മുട്ടിൽ മരം മുറി കേസിലെ ആ ക്രിമിനലുകൾ, ആ കാട്ടുകള്ളന്മാര്, ആരുടെയോ കള്ളപ്പണത്തിന്റെ ബിനാമികളായിട്ടുള്ള നിൽക്കുന്ന ആ കള്ളന്മാരാണ് സത്യം പറഞ്ഞാൽ ഇവന്റെ ആദ്യത്തെ ഈ നുണപ്രചാരണം ഇവന് വേണ്ടി ഈ ആദ്യമേ ഇത് ട്രിഗർ ചെയ്ത് വിട്ടതെന്ന് പറഞ്ഞാൽ ആ കാട്ടുകള്ളം മുട്ടൽ മരമുറി കേസിലെ ആ ക്രിമിനലുകളാണ്. ആ ക്രിമിനലുകളും ഇവനും അടങ്ങുന്ന വലിയൊരു ഉപജാപക സംഘം, ഒരു മാഫിയ സംഘമാണ് സത്യം പറഞ്ഞാൽ ഈ അട്ടിമറിയുടെ പിന്നിൽ. അന്നേരം ഇവര് വലിയ കാര്യങ്ങളാണ് ഇതിന്റെ പിന്നിൽ ലക്ഷ്യം വെക്കുന്നത്. എനിക്ക് ഒറ്റ കാര്യം അവസാനമായിട്ട് പറയാനുള്ളൂ. നിലമ്പൂർ ജനങ്ങൾ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ അടിച്ചേൽപ്പിച്ചത് ആര്? PV അൻവർ രാജിവെച്ചത് എന്തിന്? രാജിവെച്ചുമ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇപ്പോൾ പറയുന്ന വിഷയം ഏതാണ്? വേറെ അതെല്ലാം കഴിഞ്ഞ് UDF-ലേക്ക് ചേർക്കാൻ ശ്രമിച്ചു, വേറൊരു പാർട്ടി ഉണ്ടാക്കി. അത്രയും നിശിതമായിട്ട് ഇവന്മാരെ എല്ലാം വിമർശിച്ചവൻ, അവരുടെ പാർട്ടി നേതൃത്വത്തെ അടക്കം, VD സതീശനെ അടക്കം എല്ലാവരും വിമർശിച്ച അവന്റെ ചെരുപ്പ് വരെ നക്കി, അവസാനം അവന്റെ ചെരുപ്പ് വരെ നക്കിയിട്ട് അവന്മാര് പുറംകാലിന് അടിച്ചു വിട്ട് എന്താ പറഞ്ഞ പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങി നടന്ന ഈ യാതൊരു നിലപാടുമില്ലാത്ത ഈ വൃത്തികെട്ടവനെ നിലമ്പൂരിലുള്ള ജനങ്ങൾ തിരിച്ചറിയുമോ? തിരിച്ചറിയണം. ഞാൻ പറഞ്ഞ നിലമ്പൂർ ജനങ്ങൾ നല്ല ഒരു നിലപാട്. ഇവൻ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ വേഷം കെട്ടി, ഇവൻ അവസാനം പിച്ചക്കാരനാന്ന് പറഞ്ഞു ഇവന്റെ തുണി വരെ 52 കോടി രൂപയുടെ 52 കോടി രൂപ അവന്റെ ഒന്നല്ല ഈ പറഞ്ഞ പല ബീവിമാരുടെ പേരില് ഇവൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇവൻ എന്തൊക്കെ നാടകം. അന്നേരം ജനങ്ങൾ ഇത്രയും കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ നിലമ്പൂരുകാരാണ് മറുപടി പറയേണ്ടത്. ഇവിടുത്തെ ജനങ്ങൾ മണ്ടന്മാരല്ല. ഇതുപോലുള്ള വൃത്തികെട്ട സാധനങ്ങളെ രാഷ്ട്രീയത്തിൽ വേണ്ട. ഇവൻ ആഫ്രിക്കയിൽ വല്ലതും പോയി ഇവന്റെ മറ്റേ വല്ല കച്ചവടങ്ങളൊക്കെ നടത്തി അവൻ ജീവിക്കട്ടെ, നമുക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ പിന്നെ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ വേണ്ട എന്ന് നിലമ്പൂരിലെ ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ കാര്യം, ഈ വാർത്ത നമ്മുടെ നിലമ്പൂർ ജനങ്ങൾ കേൾക്കുന്നതിന് അവരോട് ഒറ്റ കാര്യമുള്ളൂ. ഇത്തരം ആഭാസന്മാർക്ക് വോട്ട് ചെയ്ത് നമ്മുടെ ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തരുത്. ഒന്ന്. രണ്ടാമത് PV അൻവർ രാജിവെച്ച വിഷയവുമായി ഇപ്പോഴത്തെ ഇലക്ഷനുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. അൻവർ അന്ന് പറഞ്ഞു ഇന്ന് പറഞ്ഞു തമ്മിൽ പരസ്പരമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു കാര്യത്തിൽ ഒരു കഴിവുണ്ടായിരുന്നെന്ന് സംശീതമായി തെളിയിക്കപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ അദ്ദേഹം അതിനുശേഷം പല പാർട്ടികളിലും ചേർക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല. അതിനുശേഷം വന്നു വർഗീയത ഇറക്കി വിട്ടു, അതും നടന്നില്ല. അവസാനം കാട്ടുമൃഗങ്ങളുടെ പേരിലായി, അതും നടക്കാതെ വന്നപ്പോ യൂസഫത്താനെ കൊണ്ടുവന്നു. ഇദ്ദേഹം വരെ ഇവൻ കൂട്ടുപിടിച്ച് രക്ഷപ്പെടാനായിട്ട് നോക്കി, ഇല്ലേ? അതുവരെ നോക്കി. അപ്പൊ ആള് അടിക്കടി ഓരോ നിമിഷങ്ങളും പല വാക്കുകളും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നിലമ്പൂരിലെ ജനങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സമ്മതിദാനാവകാശം, നിലമ്പൂർ ജനങ്ങളുടെ സമ്മതിദാനാവകാശം രാജ്യത്തിന് വേണ്ടിയായിരിക്കണം, നമുക്ക് വേണ്ടിയായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. അല്ലാതെ ഇത്ര ആളുകൾക്ക് വേണ്ടി ആവരുത് എന്ന് മാത്രം എനിക്ക് അവർ ഓർമ്മിപ്പിക്കാനുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, നിലമ്പൂർ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അത് അൻവറിന്റെ പെട്ടിയിലേക്ക് കൊടുക്കരുത്. കാരണം അദ്ദേഹം നാളെ നിങ്ങളെ വീണ്ടും ചതിക്കും.
നാളെ വീണ്ടും ചതിക്കും. ഈ കൊടുത്ത ആളുകളോടൊന്നും ഒരു കമ്മിറ്റ്മെന്റും ആൾക്ക് ഉണ്ടാവില്ല, ഈ വോട്ട് ചെയ്ത ആളുകളോട്. അദ്ദേഹത്തിന് ഈ നഞ്ച് കലക്കിയെ, അതായത് കുടിവെള്ളത്തിൽ വിഷം കലക്കാൻ നിൽക്കുന്ന ഈ വൃത്തികെട്ടവനെ, അതായത് ഒരു ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുവാൻ നിൽക്കുന്ന ഈ നാശത്തിനെ സത്യം പറഞ്ഞാൽ ജനങ്ങൾ തിരിച്ചറിയണം. കാരണം ഈ രാഷ്ട്രീയ അമേദ്യത്തിനെ ജനങ്ങൾ എടുത്ത് ഈ ഇലയിലെ കോരി എറിഞ്ഞു കളയണം. കാരണം ഇത് ജനാധിപത്യ പ്രക്രിയയെ നശിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട സാധനമാണ്. അത് തിരിച്ചറിയാനുള്ള ഒരു ബോധം നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. നമ്മൾ ഒരു പാർട്ടിയുടെയും വക്താക്കളായി പറയുകയില്ല. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ അമേദ്യത്തെ ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ നിങ്ങൾ തള്ളിക്കളയുക. സാറേ, എനിക്ക് ഒറ്റ മറുപടി പറയാനുണ്ട്. ഞാനൊരു ഇവിടെ കോൺഗ്രസ് ജയിച്ചാലും അല്ലെങ്കിൽ UDF ജയിച്ചാലും LDF ജയിച്ചാലും ഐ ഡോണ്ട് കെയർ, എനിക്കൊരു വിഷയമല്ല. പക്ഷെ ഇത്തരം മാലിന്യങ്ങളെ ചവിട്ടുകൊട്ടയിലേക്ക് എറിയണം എന്ന് തന്നെയാണ് നിലമ്പൂർ ജനങ്ങൾ എനിക്കും പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അൻവറിനുള്ള മറുപടി നിലമ്പൂരിലെ ജനങ്ങൾ ഈ ചൂണ്ടുവിരൽ കൊണ്ട് വരുന്ന 19-ാം തീയതി നൽകുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.